ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം വാല്യൂ സിസ്റ്റവും മാനസികാരോഗ്യവും തമ്മിലുള്ള ചില ബന്ധവും അത് നമ്മളെ ജീവിതത്തെ എങ്ങനെയാണ് സഹായിക്കുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ്. വാല്യൂ സിസ്റ്റം അല്ലെങ്കിൽ മൂല്യമുള്ള ഒരു ജീവിതം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്താണ് മൂല്യമുള്ള ജീവിതം അല്ലെങ്കിൽ വാല്യൂ സിസ്റ്റത്തിൻ്റെ ആവശ്യം എന്ന് ചോദിച്ചാൽ, നമ്മളെപ്പോഴും വി ആർ പ്രിഫറിങ് സംതിങ് ഓവർ അനദർ, അതായത് ഒന്നിൻ്റെ മുകളിൽ വേറൊന്ന് കോൺഷ്യസ് ആയിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഡിസിഷൻസാണ് പലപ്പോഴും വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ലൈഫ് നമ്മളെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. പ്രധാനമായും നമ്മുടെ മനുഷ്യർ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള പ്ലഷർ സീക്ക് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു അർജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ലോങ് ടൈം ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഡിലേഡ് ആയിട്ടുള്ള ഒരു ഗ്രാറ്റിഫിക്കേഷൻ എയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഓവർ ദ ടൈം നമുക്ക് യൂസ്ഫുള്ളും ബെനിഫിഷ്യലുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ബോധവും അത്തരത്തിൽ നമ്മളെ ലൈഫ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അറിവുകളുമാണ് ആക്ച്വലി വാല്യൂ സിസ്റ്റത്തിനകത്ത് വരുന്നത്. അപ്പോൾ വാല്യൂ ഉണ്ടെങ്കിലാണ് നമ്മുടെ ലൈഫ് കുറേ കൂടെ ഓർഡർഫുള്ളായിട്ട് സ്ട്രക്ചേർഡായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുക. അപ്പം നമ്മുടെ ലൈഫിൽ നിന്ന് ആ ഒരു ഓർഡർ അല്ലെങ്കിൽ ആ ഒരു റൂള് സ്ട്രക്ചർ അങ്ങ് മാറ്റുകയാണെങ്കിൽ ഒരു കെയോട്ടിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കെയോ സിറ്റുവേഷനിലേക്കായിരിക്കും നമ്മുടെ ലൈഫ് പോവുക എന്നുള്ളതൊരു വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ ലൈഫിനെ ആത്യന്തികമായിട്ട് ഹെൽപ്പ് ചെയ്യില്ല എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഫ്രീഡം എല്ലാ ആൾക്കാർക്കും, ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുന്നത് വളരെ പാരമൗണ്ട് ആയിട്ടുള്ള ഒരു റൈറ്റാണ്. പക്ഷേ ഈ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മുടെ തോന്നലുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ തോന്നിവാസം അനുസരിച്ച് ലൈഫ് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല. അപ്പം ആ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾ വോളണ്ടറി ആയിട്ട് തന്നെ, ഒബ്ലിഗേറ്റഡ് ആയിട്ട് തന്നെ വാല്യൂ ബേസ്ഡ് ആയിട്ട്, മോറലായിട്ട്, എത്തിക്കലായിട്ട് ലൈഫ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴാണ് ആക്ച്വലി ഫ്രീഡം ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫുൾഫിൽമെൻറ്റിലേക്ക് വരുന്നത്. അല്ലാത്തിടത്തോളം നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ റാൻഡമായിട്ടുള്ള അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ വിംസ് ആൻഡ് ഫാൻസി അനുസരിച്ച് നമ്മുടെ തോട്ട്സുകൾക്കനുസരിച്ച് അതിൻ്റെയൊക്കെ ഒരു സ്ലേവായിട്ട് അല്ലെങ്കിൽ ഒരു സ്ലേവറി ആയിട്ട് നമ്മൾ ലൈഫ് കണ്ടക്ട് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ വെറും തോന്നലുകൾക്കനുസരിച്ച് മാത്രം അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ അനുസരിച്ച് മാത്രം ലൈഫ് കണ്ടക്ട് ചെയ്യാതെ കുറേ കൂടെ വാല്യൂ ബേസ്ഡ് ആയിട്ട്, കുറേ കൂടെ ഹയറായിട്ട്, എയിമിങ് അപ്പായിട്ട് നമ്മൾ ലൈഫ് മുന്നോട്ടേക്ക് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ വാല്യൂ ഉള്ള ഒരു ലൈഫായിട്ട് നമ്മൾ മാറുന്നത്. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാലും, മൈ വൈഫ് ഈസ് നോട്ട് എ റാൻഡം വിമൺ ഐ മെറ്റ് ഇൻ ദ സ്ട്രീറ്റ് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അതായത് നമ്മൾ സ്ട്രീറ്റിൽ കാണുന്ന ഒരു വിമണിനെക്കാളും എൻ്റെ വൈഫ് എന്ന് പറയുന്നത് സംതിങ് പ്രിഫർ ഹയർ. അത് വരുന്നത് ഒരു വാല്യൂ സിസ്റ്റം വരുന്നത് കൊണ്ടാണ്. അപ്പം എപ്പോഴും നമ്മൾ വാല്യൂ സിസ്റ്റം അനുസരിച്ച് അല്ലെങ്കിൽ ഒരു മൂല്യമുള്ള ലൈഫ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് ആ ഇൻഡിവിജ്വലിൻ്റെ ലൈഫ് കുറേ കൂടെ ബെറ്റർ ആവുകയും ആ ബെറ്റർ ആവുന്നത് സൊസൈറ്റി അറ്റ് ലാർജ് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതൊരു വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ലൈഫ് കുറേ കൂടെ കൾച്ചേർഡ് ആവാൻ വേണ്ടിയിട്ട്, സിവിലൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട്, ഓർഡർഫുൾ ആവാൻ വേണ്ടിയിട്ട് വാല്യൂ സിസ്റ്റം അല്ലെങ്കിൽ ഒരു മോറൽ, എത്തിക്കൽ, വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ലൈഫ് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. വേറൊരു ഉദാഹരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഗെയിം, ഏതെങ്കിലും ഒരു സ്പോർട്സ് ആക്ടിവിറ്റി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ ഗെയിമിലും ഒരു റൂൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ ഗെയിമിൽ നിന്ന് ആ റൂളിനെ നമ്മൾ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ ഗെയിമിലെ പ്ലെയേഴ്സൊക്കെ തന്നെ ഒരു കെയോട്ടിക് സിറ്റുവേഷനിലേക്കാണ് പോവുക. ഒരു ഗെയിം എപ്പോഴും അതിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഗെയിം എപ്പോഴും ഫങ്ഷനിങ് ആവുന്നത് അതിൻ്റെ റൂളുകളാണ്. അതുപോലെ തന്നെയാണ് ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ലൈഫ് ഒരു ഫങ്ഷനിങ്ങിലേക്ക് അല്ലെങ്കിൽ ഫ്രൂട്ട്ഫുള്ളായിട്ട് അല്ലെങ്കിൽ മീനിങ് ഫുള്ളായിട്ട്, പർപ്പസ്ഫുള്ളായിട്ട് കണ്ടക്ട് ചെയ്യപ്പെടാൻ ഹെൽപ്പ് ചെയ്യുന്നത് എപ്പോഴും ഒരു മോറൽ, എത്തിക്കൽ കോഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടക്റ്റാണ്, വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ലൈഫാണ് എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ മാനസികാരോഗ്യം കുറേ കൂടെ മെച്ചപ്പെടുത്തുന്നതിനും ലൈഫിൽ കുറേ കൂടെ പ്രയോറിറ്റൈസ് ചെയ്ത് ഡിസിഷൻസ് എടുക്കുന്നതിനും കുറേ കൂടെ റാഷണലായിട്ട്, മോറലായിട്ട്
ലൈഫ് കണ്ടക്ട് ചെയ്യുന്നതിന് സഹായിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു സോ മച്ച്.